ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും ചേട്ടനും കൂടെ ഞങ്ങളുടെ പറമ്പിൽ പോയി ചെന്ന് ചക്ക ഇട്ടുകൊണ്ട് വന്ന് അടിപൊളി ചക്ക അവിയലും എല്ലാം വെച്ച് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇന്നലത്തെ വീഡിയോ കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മളൊരു പുതിയൊരു വണ്ടി വേറെ എടുത്തു, ബൈക്ക്. അപ്പോൾ അതിനെയും കൂടെ നമ്മൾ ഷോറൂമിലൊക്കെ പോകുന്നതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ പാചകവും ചക്കവേലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഓടി വന്ന് കയറി ഫ്രണ്ടിലിരുന്നോണം. ഭയങ്കര പൊക്കത്തിൽ നിന്നാണ് നമ്മൾ ഈ പ്ലാവേന്ന് ചക്ക ഇട്ടത്. അത് കാണണമെങ്കിൽ ഫ്രണ്ട് ബെഞ്ചിലിരുന്നാൽ മാത്രമേ കാണത്തുള്ളൂ. പുറകിലത്തെ ബെഞ്ചിലിരുന്നാൽ കാണാൻ പറ്റുമോ? കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്നാലും കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞങ്ങളങ്ങനെ ബജാജിൻ്റെ ഷോറൂമിൽ വന്നു. ചേട്ടൻ ഇപ്പോൾ പുറകെ വരുന്നുണ്ട്. ഞങ്ങൾ 3 വണ്ടി എടുത്തോണ്ട് വന്നത്. കാരണം തിരിച്ച് ഓരോരുത്തർ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുക, വെയിറ്റ് ചെയ്തിരിക്കുവാണേ. അങ്ങനെ ചേട്ടനും വന്നു കേട്ടോ. കണ്ട, നമുക്കിപ്പോൾ ഒരു മറ്റേ ഹണ്ടർ എന്ന് പറയുന്ന ബുള്ളറ്റ് മോന് കൊടുത്തോണ്ട് ഇതാണ് ഇപ്പോൾ എടുക്കുന്നത്. ആർക്കൊന്നൊന്നും ഇല്ല, അറിയാമല്ലോ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ആർക്കാ വേണ്ടിയെന്ന് വെച്ചാൽ ആരെങ്കിലും എടുത്തോണ്ട് പോവുക. നമ്മൾ സാധാരണ ഒരു വണ്ടിയാണ് ഇപ്പം മേടിച്ചേക്കുന്നത് കേട്ടോ. കണ്ട, ഇതാണ് ഇപ്പം നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റൊക്കെ വെക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ പുതിയ വണ്ടി അടുത്തതും എത്തി. നമ്മുടെ പുതിയ വണ്ടി എടുത്തല്ലോ. നമ്മുടെ പുതിയ വണ്ടി കണ്ടല്ലോ. നമ്മുടെ പുതിയ വണ്ടി ഇതാണ്. നമ്മുടെ പുതിയ വണ്ടി ഇന്നലെ എടുത്തത്. ഇത് സാധാരണ വണ്ടി കേട്ടോ. നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട. എല്ലാവർക്കും കാണുമ്പോഴേ സാധാരണ വണ്ടി. ഏത് വലിയ വണ്ടികളുടെ കൂടെ ഒരു സാധാരണ വണ്ടി നമുക്ക് വേണമല്ലോ. അപ്പോൾ ഒരു സാധാരണ വണ്ടി നമ്മൾ എടുത്തു. ഇന്ന് താക്കോല് പൂജിക്കാൻ വേണ്ടി ഞാനും മോനും കൂടെ പോവാണ്. അപ്പോൾ താക്കോലൊക്കെ പൂജിച്ചിട്ട് കുമാരനെല്ലൂർ പോയിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഞാൻ അമ്പലത്തിലെല്ലാം പോയി വന്നു. അപ്പൊ നമ്മുടെ അമ്മേ മെഴുക്കോറിന്റെ അടുപ്പത്തിണ്ടാക്കുന്നു. ഞാൻ ഞെട്ടിത്തെറിച്ചു ചെയ്യണ്ടതൊക്കെ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ. ഞാൻ ഞെട്ടി, എനിക്ക് ബോധം വരെ പോയി. അമ്മ മെഴുക്കോറിന്റെ അടുപ്പത്തിട്ടെന്ന് വയസ്സായെന്നും പറഞ്ഞതൊക്കെ ചെയ്യണ്ടേ? പിന്നെ വയസ്സൊന്നും മെഴുക്കോർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല അല്ലേ? അപ്പൊ ഞങ്ങളെ ഒരു ചക്ക ഇടാൻ പോവാ. ഞാനും ചേട്ടനും കൂടെ പോയി ഞങ്ങളുടെ പറമ്പിന്നെ. അപ്പൊ പോയി ഇട്ടോണ്ട് വരാം. അവിടെ വെച്ച് കാണാം. അവിയല് അങ്ങനെ നമ്മള് നമ്മുടെ പറമ്പിലോട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണേ കേട്ടോ. ഞങ്ങളുടെ അച്ഛനെ ദഹിപ്പിച്ച പറമ്പ് അങ്ങ് അറ്റത്താട്ടോ. വർഷം 22-23 വർഷമായി കേട്ടോ അച്ഛൻ മരിച്ചിട്ട്. അച്ഛൻ്റെ ഫോട്ടോ കാണുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ പ്ലാവേ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയപ്പോഴേ അതുകൊണ്ട് ഒരു അടിപൊളി അഞ്ഞില് പ്ലാവേല് അവിടെ നിന്ന് നോക്കിയപ്പോൾ ചേട്ടൻ അവിടുന്ന് വരുന്നുണ്ടേ. ഞാൻ പ്ലാവിൻ്റെ ഇവിടെ എത്തി. ചേട്ടൻ അവിടുന്ന് തോട്ടിയൊക്കെ ആയിട്ട് വരുവാണേ. കണ്ട, തോട്ടിയും ഒക്കെ ആയിട്ട് വരുന്നു. നമ്മുടെ ലാഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തോട്ടിയുണ്ടോ, ചേട്ടൻ തന്നെ വെൽഡ് ചെയ്യിപ്പിച്ച് വാങ്ങിച്ച് റെഡിയാക്കിയ തോട്ടി ഇതൊക്കെ കേട്ടോ. നമുക്ക് നോക്കാം ഫസ്റ്റ്.
കണ്ട ഈ ചക്കയാണ് ഞങ്ങൾ ഇടാൻ നോക്കുന്നത്. എങ്ങനെയുണ്ട് നോക്കട്ടെ. മാറു കേട്ടോ. ചക്ക അങ്ങനെ വീണു. ഇടയ്ക്കൊന്ന് ഒതുക്കോ. നമ്മുടെ ചക്ക വീണു. ഞാൻ പേടിച്ച് നിന്നിട്ട് ഒന്നും പറയാൻ നിന്നോട്ടോ. അങ്ങനെ നമ്മുടെ ചക്ക അരുവ കൊണ്ട് കീറിപ്പോയി. നോക്കിക്ക് പൊട്ടിപ്പൊളി. ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ ഈ അരുവാത്തോട്ടിയുടെ ഇതെടുത്തോണ്ട് പോട്ടെ. ഇത് കണ്ടോ, നമ്മുടെ പ്ലാവേന്ന് ഇട്ട ചക്കയാണ്. ഇത് അരുവ വെച്ചതോ മുറിഞ്ഞു പോയി. കണ്ടോ, ഇതേ നീറൊക്കെ നിറച്ചിരിപ്പുണ്ട്. ഇതിനെ ഞാൻ മുറിക്കട്ടെ. അപ്പൊ നമ്മുടെ ചേട്ടൻ ഇട്ടുകൊണ്ട് വന്ന് നമ്മുടെ പ്ലാവേലെ ചക്ക നമുക്ക് അങ്ങോട്ട് മുറിക്കാം. ഇതെന്ന് നോക്കിക്കോ, അതിന്റെ വലിപ്പം. എത്ര വലിയ ചക്കയാണേലും ഒരു പ്രശ്നവും ഇല്ല നമുക്ക് മുറിക്കുന്നതിന്. നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് മുറിച്ചേച്ചാൽ മതി കേട്ടോ. എല്ലാവർക്കും എത്ര പ്രാവശ്യം ഞാനിപ്പോ ഈ വീഡിയോ തുടങ്ങിയ പിന്നെ ചക്ക മുറിക്കാൻ കാണിച്ചു കൊടുത്തേക്കുന്നതെന്ന് അറിയാവോ ചേട്ടാ? ആ, എന്നെ കഴിഞ്ഞിട്ട് ചക്ക മുറിക്കാന് എന്റെ ഭാര്യ കഴിഞ്ഞിടുന്നു. പലരും ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. എല്ലാ ആഡംബരത്തിലൊക്കെയാണ് ഒരിടത്ത് ഒരു കോലുണ്ടാക്കി അത് സെന്ററിൽ അടിച്ച് കയറ്റി അതിങ്ങനെ കുത്തി നിർത്തി തേച്ച് വരുമ്പോ തന്നെ 1 മണിക്കൂർ. ഇത് നോക്കി എപ്പം മുറിച്ച് എത്രയും നോക്കി 5 മിനിറ്റ് പോലും എടുത്തില്ല ഒരു ഇത്രയും വലിയ ചക്ക മുറിക്കാനായിട്ട്. ഇതൊരു വശമാട്ടോ ശരിക്കും പറഞ്ഞ ഈ ചക്ക മുറിക്കുന്നതെന്ന് പറഞ്ഞ. ഇത് അവളുമാർക്ക് രണ്ടിനും ഒരു വശമില്ല കേട്ടോ. അവളുമാര് തന്നെ എന്നോട് പറയും, എടി ഞങ്ങൾക്കറിയത്തില്ലടി എന്ന് പറയും. പക്ഷെ ഈ അറിയാത്ത കാര്യം എന്താണെന്നറിയാവോ എല്ലാവർക്കും? ആദ്യം തൊട്ടേ നമ്മളിത് ചെയ്യാനിട്ട്. കാരണം ഞാനായിരുന്നു ഇവിടെ ആദ്യം തൊട്ടേ ഇതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള പണികളൊക്കെ. അപ്പൊ ഞാനിത് എല്ലാം അച്ഛനാണ് ഇതെനിക്ക് കാണിച്ചു തന്നേക്കുന്നത്. സത്യം പറഞ്ഞ അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഞങ്ങളുടെ അമ്മ പഠിച്ചായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അമ്മയ്ക്ക് അച്ഛൻ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്കും അറിയത്തില്ല. അമ്മയ്ക്ക് ഇങ്ങനത്തെ അറിയത്തില്ലെന്ന് പറയുന്നത് എന്താ, അച്ഛൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട്. കണ്ട, ഇപ്പൊ നമ്മൾ ഈ രണ്ടായിട്ട് എടുത്തു. ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം. അതിങ്ങനെ എളുപ്പാ. ഏറ്റവും ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു ചക്കക്കാലം എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വലിയത് മുറിക്കാനാ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്. കാരണം നമുക്കൊരു ശകല നേരം മതി ഇതൊക്കെ മുറിച്ചെടുക്കണമെങ്കിൽ. അതാണ് ഇതോ ഇതിന്റെ അതുണ്ട്. അതിന്റെ എവിടെ കൊണ്ടുവരും അതിൽ നോക്കാം. ഇതിന്റെ പകുതി മാറ്റി എടുക്കാം. പിന്നെ അതും എടുക്കാൻ ഇരിപ്പുണ്ടല്ലോ. കണ്ട, നല്ല മഞ്ഞ ചക്കയാ കേട്ടോ. നോക്കിക്ക് എന്ത് ഭംഗിയാ നോക്കിക്ക്. എന്നിട്ട് ഇവനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. ഇത്രയേ ഉള്ളൂ ചക്കയുടെ കാര്യം. നമ്മൾ ചെറിയ പിച്ചാത്തിയും കൂടെ എപ്പോഴും കരുതിക്കോണേ. എന്നിട്ട് നമ്മളിത് ഇവിടെ വിട്ടിട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. കണ്ട, നമുക്ക് അവിയലിനതാ ഇത് മതി. ഇതും ഇതിൽ നിന്ന് കുറച്ചും കൂടെ എടുക്കാം അല്ലേ. ചേട്ടൻ ഇവിടെ പഴുക്കുന്നെന്ന് പറഞ്ഞ കൊതിയനാ എൻ്റെ ചേട്ടൻ. പഴുത്ത ചക്കയെന്ന് പറഞ്ഞ അപ്പം എന്നോട് പറയണേ, ഇത് പഴുപ്പിക്കാൻ എടുത്താൽ മതിയായിരുന്നു, നമുക്ക് ഇത് അവിയലിന് എടുത്താൽ മതിയായിരുന്നു. അതാണിപ്പോൾ പറഞ്ഞത്. പ്ലാവേൽ ഇഷ്ടംമാതിരി നിപ്പുണ്ട് കേട്ടോ. കൂടാത്തതിന് ഇവിടുന്ന് അവിടെ ഇവിടെ എവിടെ എടുത്തു വന്നാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും. അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പം ഇനി ഇതിനെ നമുക്ക് എന്നാ ചെയ്യണമെന്നറിയാവോ? കുഞ്ഞു ചെറുതായിട്ട് ഇതുപോലെ ആക്കിയിട്ട് എളുപ്പമല്ലേ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ട, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു. എളുപ്പാന്നേ. ഇതൊക്കെ ശകലൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാണ്ടല്ലോ ഏത് കാര്യം എളുപ്പ. കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട് മനസ്സ് വേണം കേട്ടോ. ഇപ്പൊ ഇത്ര ഒക്കെ ആയില്ലേ. ഇനി നമുക്ക് എല്ലാം ആക്കിയിട്ട് കാണാം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് രണ്ടായിട്ട് കണ്ട. ഇതൊക്കെ എളുപ്പാന്നേ. ഇതേ ക്ലീൻ ഇത്രയായി. ഇനി നമുക്ക് ഇതിന്റെ കൂഞ്ഞിലെല്ലാം കൂടെ കളയുന്നത് കാണിക്കാം. ഇത് കണ്ട, ഇതിങ്ങനെ കളഞ്ഞിട്ട് ഇതിനെ ശരിയായില്ലെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. കണ്ട,
എന്നിട്ട് ഇതിന്റെ ഇവിടം തൊട്ട് ഇങ്ങനെ ഓരോന്നത്തിന്റെ അങ്ങോട്ട് ചെത്തി 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 ഇതാ ഇത് മാത്രമാണ് നമുക്ക് അവിയലിന് വേണ്ടി. ആർക്കെല്ലാം അറിയാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോണേ. ഇങ്ങനെ മാറ്റിയിട്ട് ചൊളയുടെ കുറച്ചിരിക്കണം ഇങ്ങനെ കണ്ടിച്ചെടുക്കുമ്പോ കേട്ടോ. ഇതാ കേട്ടാ ഇങ്ങനെ ഇരിക്കണം. ഇതാണ് അവിയലിന് എടുക്കേണ്ടത്. ഇത് മാറ്റി നമുക്ക് വേറൊരു ഇതിനകത്തോട്ട് വെക്കാം. അങ്ങനെ അടുത്തതിന്റെ ഇവിടെ ഞാനിങ്ങനെ ചക്ക മുറിച്ചാലും എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള വലിയ ജോലി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വൃത്തിയും കൂടെ ആക്കും. ഞാൻ ഇവിടെ ഇരുന്നിടത്തും എനിക്ക് അല്ലെങ്കിൽ ഒരു തൃപ്തി ആകത്തില്ല. ഞാൻ തന്നെ ചെയ്യണം. ഇതിനെ അങ്ങോട്ട് ഇങ്ങനെ നമ്മൾ എടുക്കുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ ചക്ക അവിയൽ. അപ്പൊ എല്ലാവർക്കും ചക്ക അവിയൽ എടുക്കാൻ മനസ്സിലായല്ലോ. അപ്പൊ ഞാനിത് ബാക്കിയെല്ലാം എടുക്കട്ടെ. അപ്പൊ ചക്കയൊക്കെ ഞാൻ ഒരുക്കിയില്ല, റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് അരിയണേ. അപ്പം നമുക്കൊരു മാങ്ങ എടുത്തോണ്ട് വരാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ മാങ്ങ ഞാൻ ഇപ്പോഴും കൊടുക്കത്തില്ല കേട്ടോ. ഇത് നമ്മൾ വീഡിയോ ഇൻട്രഡക്ഷൻ വിളിക്കുന്നത് അവിടെ കൊക്കിൻ്റെ അവിടെ വെച്ച് ചാരി നിന്നാണ് ഞാൻ ഇൻട്രഡക്ഷൻ വിളിക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ ഇങ്ങനെ എനിക്ക് ആടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കതോ ഇതല്ലേ കിടക്കുന്ന മാങ്ങ ചോടി ഒറ്റപ്പെടുത്തും അങ്ങോട്ട് പിടിക്കുക. ഓപ്പ സ്വാമി ഇതോ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് ചക്ക അരിയുന്ന കാണിക്കാം കേട്ടോ. അപ്പോഴേ നമ്മുടെ ചക്ക എല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് കേട്ടോ. ചക്കച്ചോള ഇതാ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതങ്ങോട്ട് ഇരുന്ന് അരിയാൻ പോട്ടോ. നമ്മുടെ ചക്കവിയലിനുള്ള മടലെന്ന് പറഞ്ഞാൽ ഇതാ മീൻസ് കേട്ടോ. നോക്ക്, ആലോചിച്ച് നോക്കിക്ക എല്ലാവരും. അതിന്റെ ഇതെടുത്ത് ഇങ്ങനെ എടുത്തു. ഇതിനകത്ത് ചക്കവിയലിന് വേണ്ടിയത് പടവലങ്ങ, വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, ചക്ക മടല്, 5-6 ചക്കച്ചോള, പിന്നെ ചക്കക്കുരു. ഇത്രയാണ് ചക്കവിയലിന് വേണ്ട. മാങ്ങയാണ് മെയിൻ സാധനം. മാങ്ങ ഇട്ടാണ് അവിയൽ വെക്കുന്നത് കേട്ടല്ലേ. അപ്പൊ ഇത്രയും അരിഞ്ഞിട്ട് നമുക്ക് കാണാവേ. അന്ന് അമ്പലത്തിൽ പോയപ്പോഴേ ഇച്ചിരി വർത്താനം പറയാം അല്ലേ നമുക്ക്. അമ്പലത്തിൽ പോയപ്പോ നല്ല രസമായിരുന്നു കേട്ടോ. ദേവിയുടെ അടുത്ത് എന്ന് തൊഴുത് താക്കോലൊക്കെ പൂജിച്ച് തിരുമേനി ചോദിച്ചു പുതിയ വണ്ടി എടുത്താ. ഞാൻ പറഞ്ഞു പുതിയൊരു വണ്ടിയും കൂടെ എടുത്ത് തിരുമേനി. എല്ലാം ഇവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാം സാധിക്കുന്നത്, അല്ലാണ്ട് നമ്മുടെ ആരുടെയും എടുക്കല്ലോ അല്ലേ. അപ്പം അത് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു നല്ല അമ്മ നല്ലത് വരും, എല്ലാവർക്കും നല്ലത് വരണേ, നല്ല തിരുമേനിമാരുടെ ആഗ്രഹവും. നമുക്കൊരാൾക്കല്ല എല്ലാവർക്കും നല്ലത് വരണേ അല്ലേ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ അപ്പൊ മോൻ പറഞ്ഞു അമ്മേ നമുക്കേ, ഞാൻ പറഞ്ഞു അവനേക്കാൾ ഇളക്കം എനിക്കാണ്. ഞാൻ പറഞ്ഞു മോനെ നീ പറഞ്ഞില്ലേ അവിടെ ചാലൂന്നിന്റെ അവിടെ 20 രൂപയുള്ളൂ ജ്യൂസിന്. അപ്പൊ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഒരു ചൊളാഴ്പി, നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നാ ജ്യൂസ് അതിന്റെ നീര് മാത്രം എടുക്കത്തുള്ളൂ കേട്ടോ. നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ എടുക്കുന്നത്. എടുത്ത് നല്ല ഐസ് കട്ടയും കൂടി ഇട്ടിട്ട് നല്ല വൃത്തിയിലെടുക്കുന്നത് കേട്ടോ. ഞാൻ അതെല്ലാം ശ്രദ്ധിക്കുമായിരുന്നു. അമ്മമാരൊക്കെ അവിടെ ചെന്ന് കുടിക്കുമെന്ന് പറയേ. ഞാൻ എന്നിട്ട് പറയാം എൻ്റെ ഇടാ വൃത്തിയും മെനയൊക്കെ ഉള്ളിടത്തുനിന്നാണോ നീക്ക, അമ്മയ്ക്കൊക്കെ കുറച്ച് കൂടുതലാ കുറെ വൃത്തി നോട്ടം അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് വഴക്കിടും എന്നോട്. ഒത്തിരി ഒന്നും വൃത്തി നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞിടാ ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പല ഈച്ചയും മൂട്ടയും എല്ലാം കയറിയ വെള്ളമാണോ ഒന്നും നമുക്കറിയില്ല. അന്ന് അമ്മ വാ നോക്ക് എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ അവൻ എന്നെ വഴിയാ നോക്കുന്നുണ്ട്. അയ്യോ ഇനി എനിക്ക് വല്ല കുറ്റങ്ങളൊക്കെ പറയും. പക്ഷെ ഇല്ല, നല്ല നീറ്റായിട്ട് അവരെടുക്കുന്ന കേട്ടോ. ഇഷ്ടമാതിരി ആള്. എന്താ കാര്യം, 20 രൂപയുള്ളൂ ഫ്രഷ് ജ്യൂസ് അപ്പൊ തന്നെ എടുക്കുന്നേ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ലാഭമുണ്ട്, നമുക്ക് വൃത്തിയുണ്ട്, ജ്യൂസ് മാത്രമായിട്ടാണ്. അന്നേരം പിന്നെ കുടിക്കുന്നതിന് എന്താ കുഴപ്പം. ഇനിയിപ്പം ഞാനും അവിടെ കണ്ടുപിടിച്ചു. ഇനി മിക്കവാറും എനിക്കങ്ങനെ ചമ്മലൊന്നുമില്ല എവിടെയും കയറി നിന്ന് കുടിക്കാനും ഒന്നും കേട്ടോ. ചിലവർക്കൊക്കെ ചേട്ടന്മാരില്ലെങ്കിൽ കുടിക്കാനൊക്കെ. ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ. ചേട്ടൻ അങ്ങ് സൗദിയിലായിരുന്നു. അപ്പോൾ പിള്ളേരെയും കൊണ്ട് ഞാൻ എല്ലായിടത്തും പോയി കഴിക്കാനും വെറുക്കാനും എല്ലാത്തിനും പോവാനും. പോയില്ല ചേട്ടൻ അവിടെ നിന്ന് വിളിക്കും, ഇനി ഇന്നത്തെ സാലറി വരും, ഇന്ന് സാലറി പിള്ളേരും അമ്മയും എല്ലാവരും കൂടെ പോണം എന്ന് പറയും. പോയില്ലെങ്കിൽ വൻ വഴക്കായിരിക്കും ഫോണിൽ കൂടെ. എന്നിട്ട് കട്ട് ചെയ്യും ഫോൺ. ഞാൻ പറയുന്ന കേൾക്കാൻ മേലെ മഴയാ കോടയാ പറ്റതാ മറിച്ചതാ വിചാരിക്കാത്ത കാര്യം വരെ പറയും. അപ്പൊ അതൊന്നും കേൾക്കണ്ടല്ലേ ഇവിടെ ഉള്ളതുകൊണ്ട് അടുത്തിരുന്ന് കേട്ടാ പോരെ അല്ലേ. അപ്പൊ ഞാനിതൊക്കെ അരിഞ്ഞിട്ട് കാണാം കേട്ടോ. കണ്ട നമ്മുടെ അവിയലിതോ ഇത്രയുണ്ട്. ഇതിങ്ങനെ ഇപ്പൊ താന്നു പോകും കേട്ടോ. എല്ലാം അരിഞ്ഞു വെച്ചേക്കാണ്. നമ്മൾ കൽച്ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ അവിയലിനകത്ത് വെള്ളം ഒഴിക്കണേ. കൽച്ചട്ടി വെക്കുന്നുണ്ട് കേട്ടോ. കൽച്ചട്ടി വെച്ചില്ല ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ടാട്ടോ ഇത്രയേ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇച്ചിരി നല്ല സ്റ്റൈലിലൊക്കെ നന്നായിട്ടങ്ങ് വെച്ചേക്കാന്ന്.
ഇതിപ്പോ താന്നു പോകും വേഗം കേട്ടോ, ആരും പേടിക്കട്ടെ. ഇച്ചിരി മുളക് പൊടി എല്ലാം കൂടെ ഇട്ട. മുളക് പൊടി ഞാൻ എവിടെ കൊണ്ടിടുന്നത്? ഇവിടെ കൊണ്ടിടാം അല്ലേ. ഇച്ചിരി മുളക് പൊടി, പച്ചമുളകും കീറിയിടണം കേട്ടോ. പച്ചമുളകൊക്കെ കീറി ഇട്ടിട്ടുണ്ട്. ഇത് ചക്കവേല ഇന്നത്തെ മെയിൻ താരം. പിന്നെ നമ്മുടെ ഉപ്പ്. ആരും കാണുന്നതിന് മുമ്പ് നമുക്ക് ഇവനെ അമ്മക്കേക്കാം കേട്ടോ. അല്ല എല്ലാരും കാണുമ്പോ ഇത്രയോ ചക്കവേല ഇത്രയോന്ന് പറയും. അതുകൊണ്ട് ഇച്ചിരി വെളിച്ചെണ്ണയും നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ വേഗാനെ. നല്ല ടേസ്റ്റാ. പിന്നെ വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി ഒഴിച്ച് താത്തു വെക്കാം. നല്ല ടേസ്റ്റാ. അപ്പൊ ഇതവിടെ ഇരുന്ന് ഇന്ന് വണ്ടി നമ്മുടെ വണ്ടി എടുത്തില്ലേ, പുതിയ വണ്ടി എടുത്തെന്ന് പറഞ്ഞില്ലായിരുന്നു. എന്റെ മകന്റെ വണ്ടി കൊടുത്തിട്ട് ഒരു വണ്ടി എടുത്തായിരുന്നു, ബൈക്ക്. അപ്പൊ അച്ഛന്റെ ബുള്ളറ്റ് മകന് കൊടുത്തു ചേഞ്ച് ചെയ്യാനായിട്ട്. അവരൊക്കെ പിള്ളേർ സെറ്റല്ലേ, നമുക്ക് കുറഞ്ഞ വണ്ടിയൊക്കെ മതി. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു അമ്പലത്തിൽ പോയി പൂജിച്ചിട്ട് വന്ന് ഞാൻ ആദ്യമായിട്ടൊന്ന് ഓടിച്ചപ്പോഴുണ്ടല്ലോ എന്ത് സുഖമാണെന്നറിയാം ഓടിക്കാനായിട്ട്. അതുമല്ല മൈലേജ് ഇരുന്നപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാലൊക്കെ വലിയ ആഡംബരത്തിലുള്ള വണ്ടി, ഭയങ്കര റേറ്റിന്റെ വണ്ടിയാണെങ്കിൽ കാണാൻ ഭംഗിയുണ്ട്. പക്ഷെങ്കിലുണ്ടല്ലോ ഇരിപ്പിടവും പിന്നെ ഇരിക്കാനും സുഖാണ്, മൈലേജും കുറവ്. കാലൊക്കെ വെക്കാനേ വേറെ ഒരു ഇതില്ല നമ്മളെ പോലുള്ളവർക്ക്. പിള്ളേർക്കൊക്കെ അങ്ങനെ വലിയ സ്റ്റൈലൊക്കെ ഉള്ളതല്ലേ. പക്ഷെ നല്ല സുഖമായിട്ട്. അതെ അതെ അവിടെ കഴുകേന്റെ വെള്ളം വന്നു. പലരും കഴിയുമ്പോഴത്തേക്കും ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ മകന് വണ്ടി വാങ്ങിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ നമ്മള് 2023 ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ഫോൺ. വൈഫിന്, എനിക്ക്, മക്കൾക്ക് 2 പേർക്ക് എല്ലാവർക്കും പുതിയ ഫോൺ. 2024 തുടങ്ങി ഇതേ കയറി വന്നിരിക്കണം. 2024 എല്ലാവർക്കും പുതിയ വണ്ടി. ജുപ്പിറ്റർ പിന്നെ ബുള്ളറ്റ് 100 പിന്നെ 3rd വൺ ഇന്നലെ എടുത്ത വണ്ടി. ഇനി അടുത്തത് ദൈവാനുഗ്രഹിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കാർ എടുക്കുന്നുണ്ട്. മറ്റേ കിയയുടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ആ കളർ നമുക്ക് ഇപ്പോഴും ഷോറൂമിൽ അവൈലബിൾ അല്ല. അവൈലബിൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവൈലബിൾ അല്ല. 2024 മോഡല് കിയയുടെ ഞങ്ങൾ ബുക്ക് ചെയ്തത് കേരളത്തിൽ അവൈലബിൾ അല്ല. ഇന്നലെ ഞാൻ കൊച്ചിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചി മെയിൻ ഷോറൂമിൽ തന്നെ വിളിച്ചു. ഇന്ന ആളാണെന്ന് ചോദിച്ചാൽ അതെ, നിങ്ങൾ പിന്നെ കോഴി ഇവിടെ അടിച്ചിറ കിയയുടെ ഷോറൂം ബുക്ക് ചെയ്ത കാറിൻ്റെ പിന്നെ എന്തായാലും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുപോലെ അവിടെ കളർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് താമസിക്കുന്നത്. അത് കേരളത്തിലെ ലാൻഡിങ് ആയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ബുക്ക് ചെയ്ത കാറിൻ്റെ കളർ കേരളത്തിൽ ഇതുവരെ 2027 മോഡലാണ്. അപ്പം ഇത് കേൾക്കുന്നവർ വിചാരിക്കും പിന്നെ ഇയാൾക്ക് വേറെ തലയ്ക്ക് വട്ടാണെന്നുള്ളത്. 2024 കിയയുടെ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന വണ്ടി ഇതുവരെ കേരളത്തിൽ ലാൻഡിങ് ആയിട്ടില്ല. അതാണ് ഇന്നലത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിംഗ്. അതായത് കൊച്ചിൻ ഷോറൂമില്ല. അപ്പൊ നമുക്ക് കാണാം, വരുമ്പോഴത്തേക്കും കാണിച്ചു തരാം. ഓക്കെ, എല്ലാം കാണിച്ചല്ലോ നമ്മളല്ലേ. അന്നേരം നമ്മുടെ അവിയലിന് നമ്മൾ വേഗം വെച്ചിട്ട് നമുക്ക് അവിയലിനുള്ള ചതക്കണ്ടേ. അവിയലിന് നമുക്ക് തേങ്ങയൊക്കെ വേണ്ട. ഏറെ തേങ്ങ എടുത്ത് ഇത്ര ഉണ്ടല്ലോ. ഇത്രയെന്ന് കാണുമ്പോ തോന്നുന്നതാണ്, താന്നങ്ങ് പോകും. തേങ്ങ, മഞ്ഞപ്പൊടി, ശകലം ജീരകം, ചുമന്നുള്ളി തന്നെ വേണം കേട്ടോ അവിയലിന്. അപ്പൊ അതും കൂടെ ആക്കി നമുക്കങ്ങ് ചതച്ചിട്ട് കാണാം കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കുറച്ചൊക്കെ അങ്ങ് താഴട്ടെ കേട്ടല്ലോ. നമ്മുടെ തോരനെ നമ്മൾ താന്നു പോയതിന് ഭയങ്കര വിഷമായിപ്പോയി തോരൻ വെച്ചപ്പം. ഇതിപ്പോ താഴാൻ വേണ്ടിയിട്ട് കിടന്ന ഇതാവുന്നു. അതായത് കഴിച്ചിട്ട് തികയോ എന്നുള്ള ഇതായിപ്പോയി. പക്ഷേ തികയും. എല്ലാവർക്കും അറിയാലോ, നമ്മുടെ പെണ്ണുങ്ങൾക്ക്, വീട്ടമ്മമാർക്ക് മനസ്സിലാവും ഇത് കണ്ടു കഴിഞ്ഞാലേ. അല്ലാത്തവര് കാണുമ്പോ ഇത്രയോ എന്ന് ചോദിക്കും. രസകരമായിട്ട് ഞങ്ങൾ ഇന്ന് ചക്കയൊക്കെ പോയിട്ട് വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ വണ്ടി എടുക്കാൻ പോയതും എല്ലാം കൂടെ കൂട്ടിക്കിളർത്തിയുള്ള വീഡിയോ ആണ്. അപ്പൊ ഇച്ചിരി കഴിഞ്ഞ് ഇത് ചാച്ചിട്ട് കാണാവേ. അപ്പൊ ഞാൻ അവിയല് വേഗം വെച്ച സമയത്തുണ്ടല്ലോ നമ്മുടെ നങ്കിനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതാ ഇനി അതിനെ വറക്കട്ടെ. അതുകൂടെ അങ്ങ് വെച്ചേക്കാം. അവിയലിന് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയായിരുന്നു. ഇടയ്ക്കൊന്ന് ഇളക്കി ഇവനെയും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അല്ലേ. നമ്മുടെ അവിയല് താന്നോ ആവോ. നമ്മുടെ അവിയല് താന്നില്ലെങ്കിൽ നമ്മൾ അവനെ താക്കും അല്ലേ. ഇന്നലെയാണ് ഞാൻ ആശുപത്രിയിൽ പോയത്. ഇന്നലെയല്ലേ ആശുപത്രിയിൽ പോയത്. ചിരിച്ചു തല കുത്തിയേ. ഇന്നലെ ഉണ്ടല്ലോ കൃഷ്ണകുമാർ ഡോക്ടറുടെ റൂം തുറന്നിട്ടേ പറയാവേ.
ഓ അപ്പൊ നിങ്ങൾ വിചാരിക്കാണ്ട് വലിയ കഥ പറയാൻ പോകുന്നല്ലേ? കൃഷ്ണകുമാർ ഡോക്ടറുടെ എനിക്ക് ശരിയായിട്ട് വന്നു കേട്ടോ. സത്യം പറഞ്ഞ റൂം തുറന്നിങ്ങനെ കേറുക. ഞാൻ പറയാൻ വരുവാണേ, ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം എന്ന് ഡോക്ടറിനോട് ഉള്ള കാര്യം എന്നാന്നറിയാം. എന്താന്നറിയത്തില്ല, നമ്മളിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ആരെങ്കിലും കാണുമ്പോ പെട്ടെന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പറഞ്ഞ ഈ പരിപാടി ആയത്. എന്നാ ചെയ്യാൻ, ഞാൻ ഇങ്ങനെ വാതിൽ ഇങ്ങനെ തുറന്നിട്ട് ഹലോ ജയാസ് ഇങ്ങനെ പൊയ്യോ ദൈവമേ, ഞാൻ എല്ലാം പറയാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ പെട്ടെന്ന് ക്ലിക്കായ. അപ്പൊ സിസ്റ്റർ എന്നോട് ചോദിച്ചു എന്തായിരുന്നു പറയാൻ വന്ന് ചിരിച്ചാന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല, എനിക്ക് നാണക്കേട്. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അയ്യോ എങ്ങനെ ചിരിക്കായിരിക്കും? താന്ന് കേട്ടോ, അതെ ഉയര് താന്നു എന്താ നമ്മള് പൊങ്ങിയിരുന്നു അല്ലേ, എല്ലായിട്ട് താന്നു. അപ്പൊ അവിയലിന് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവോ? ചക്കയൊക്കെ എങ്ങനെ മുറിക്കുന്നതെന്ന് അറിയാവോ? ഈ ചക്കയൊക്കെ ഉണ്ടല്ലോ, മുറിക്കാൻ ഒരു പാടുമില്ല. നമ്മൾ ആദ്യം തൊട്ടേ ഇതിനൊക്കെ ട്രൈ ചെയ്ത് പഠിച്ചാലുണ്ടല്ലോ ഒരു പാടുമില്ല. ഇവിടെ എന്റെ ചേച്ചിമാര് രണ്ടും കൂടെ ഉണ്ടല്ലോ, ഞാനായിരുന്നു ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ അവളുമാര് പറയും, അവളുമാര് മടിച്ചികളാണേ, അവളുമാരെന്നറിയാം, അവള് ചെയ്തോട്ടാന്നോർത്ത് പമ്മി ഇരിക്കും രണ്ടും കൂടെ. എന്നിട്ട് ഒരു മൂട്ടാൻ ചക്ക എടുത്തോണ്ട് വന്നിട്ട് ഞാൻ എന്നായോന്നറിയാവോ, അവനെ അങ്ങോട്ട് നന്നായിട്ട് അതീന്നെ കൂട്ടി ഇളക്കട്ടെ. അതിനാ നല്ലതായിട്ട് വെന്തു കേട്ടോ, കുരുവൊക്കെ വെന്തു, ചക്ക കുരു എല്ലാം വെന്തു. കുരു ഒന്നുകൂടെ നോക്കട്ടെ. എന്നിട്ട് ആ ചക്ക എടുത്തോണ്ട് വന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്നറിയോ, അവനെ ഇതുപോലെ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് ശരിയാക്കുവേ. എന്നിട്ട് തന്നെ ഒറ്റയ്ക്കിരുന്ന് അതിനെ ഒരുക്കും. കൈ പൊളിപ്പിക്കും. വെള്ളം ഉണ്ടോന്നേ, ഇതിനകത്തെ വെള്ളമൊക്കെ പറ്റിയോ നോക്കണ്ടേ നമുക്ക്. ഉപ്പ് നോക്കണം, പുളിയുണ്ടോ നോക്കണം, അരപ്പിടണം, എന്തൊക്കെ പ്രോഗ്രാമാണ് നമുക്കുള്ളത്. വെന്തു. ഇച്ചിരി ഉപ്പുണ്ടോ നോക്കിയിട്ടാ ഞാനിനി. ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടാ. ശക്കലം ഉപ്പിനെ വേണം ഇട്ട് കൊടുത്തേക്കാം, അത്ര ശല ഇടേണ്ടി വരും. നമുക്ക് അരപ്പിടാം. വെന്തു, അരപ്പിടത്തെ. അരപ്പിട്ട് നമുക്കങ്ങോട്ട് അവനെ ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ അവിയൽ റെഡിയാവും. നല്ല ചക്കവിയൽ വെക്കണേ. അപ്പൊ ഞാന് നന്നായിട്ടൊക്കെ ഇളക്കിയിട്ടൊക്കെ കാണാവേ. നമ്മുടെ അവിയലിനെ നന്നായിട്ട് കൂടി കുഴച്ചമ്മേ. ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ, നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഇച്ചിരി ഒഴിച്ച് കൊടുക്കാവേ. ഒന്നുകൂടെ നമുക്ക് കുഴക്കാവേ. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ചക്കവിയല്. സൂപ്പറാ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിഷുവിനൊക്കെ ആയിരുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചക്കവിയലൊക്കെ വെക്കുന്ന വിഷു അടുക്കുമ്പോ. ഓണത്തിന് ചക്കവിയൽ കിട്ടത്തില്ല. ഓണത്തിന് നമ്മൾ അവിയൽ ചക്കയല്ല, ഓണത്തിന് നമ്മള് മറ്റേ സാധാരണ അവിയല വെക്കുന്നത്. എല്ലാം കൂടെ ചേന ഇട്ട്, അപ്പൊ നല്ലതായിട്ട് ചേന വേകുന്നാണല്ലോ, ആ അവിയലാണ് ഓണത്തിന്. വിഷുവിന് ഞങ്ങൾ എപ്പോഴും ചക്കയവിയല വെക്കുന്നത്. എല്ലാവരും വരുമല്ലോ വിഷുവിന്. അങ്ങനെ ചക്കയവിയലും കൂട്ടിയാണ് ഞങ്ങൾ ചോറുണ്ണുന്നത്. ഇപ്പൊ ഞാൻ എന്താണേലും ഇതിന്റെ ടേസ്റ്റ് ചെയ്യാൻ പോവാ കേട്ടോ അമ്മേ. ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നത് ഒരു ശകലമാണ്. നിർത്തിയാക്കാം കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് ഇത്രയും. ടേസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കും ഓ ഇവിടെ ടേസ്റ്റ് ഇച്ചിരിയായിരിക്കും. പക്ഷെ എന്നെ എല്ലാരും പറയാറ് അമ്മേ അമ്മേ നല്ല അവിയലമ്മേ നമ്മുടെ അവിയല്. ചൂടായോണ്ട് തിന്നാനും പറ്റുന്നില്ല. അല്ല കൊഴാന്നും നല്ല മഞ്ഞ കളർ അവിയല്. ആഹാ, എല്ലാരും ഒന്ന് കൊതിക്കുക കേട്ടോ എന്റെ അവിയല് കണ്ടിട്ട്. പൊളി അവിയലാണ്. ആരണ്ടൊക്കെ കൊതിച്ചായിരുന്നല്ലോ എന്റെ മീൻകറി കണ്ടിട്ടല്ലേ. ഇന്ന് കൽച്ചട്ടിയിൽ വെച്ചേക്കുന്ന അവിയല് കേട്ടോ. കൽച്ചട്ടിയിലെ അവിയൽ കണ്ടിട്ട് ഇന്ന് കൊതിക്കും എല്ലാരും. എല്ലാരും എന്നെ കൊതിപ്പിക്കല്ലേ എന്നുള്ള പണി. കൊടുത്തില്ല നല്ല ടേസ്റ്റ്. ചൂടായിട്ട് സ്പീഡിൽ തിന്നാൻ പറ്റുന്നില്ല. ചൂടായിട്ട് രാജമ്മയ്ക്ക് ഇഷ്ടാട്ടോ. രാജുവിന് ഇഷ്ടം. ആരോ പറഞ്ഞു രാജു എന്ന് വിളിക്കുന്നേക്കാം ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ രാജു അല്ല, നിങ്ങളും വിളിച്ചോ.
ഒരു പ്രശ്നമില്ല. നമ്മുടെ രാജുവിന് ഇഷ്ടം മതി. ഞാൻ എല്ലാ സാധനവും ഇല്ലേ ഫ്രൂട്ട്സ് അവിടെ ഇരുന്നത് ഇതുണ്ടോ. ഇതൊക്കെ നമ്മുടെ മക്കള് വലിയതായിട്ടൊന്നും തിന്നത്തില്ല. പിന്നെ ഒരു കാര്യം, മക്കൾക്ക് വേണ്ടിട്ട് ഞാൻ തിന്നാ പോരെ. അപ്പൊ അടിപൊളി. നമുക്ക് പിന്നെ കാണുക. ഞങ്ങൾക്കും മറക്കുന്നുണ്ട്. ഇതുകൊണ്ട മൊത്തം തിന്നു. ചേട്ടാ ചേട്ടൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ നമ്മുടെ അവിയൽ എങ്ങനെയുണ്ടോ. ചേട്ടൻ വാ. ഉപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയണം. ചൂടാണ്, നല്ല ചൂടുണ്ട്. ചൂട തുടുപ്പിടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാ. അതുകൊണ്ട് ചേട്ടൻ ഉടുപ്പിടത്തില്ല. അതുകൊണ്ട് ഇപ്പം ഇതിനകത്ത് വരാത്ത എല്ലാരും ചേട്ടൻ എന്തിയാ ചോദിക്കുന്നില്ലേ. വെളിച്ചെണ്ണ ഒഴിച്ചു നോക്കി ഞാൻ പറയാതെ തന്നെ അറിയാലോ. ചെന്നു ഇച്ചിരി പൊങ്ങിയാലും സാരമില്ല, പൊക്കയില്ലാത്തോണ്ട്. ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഇതേ ഈ ചക്കയവിയൽ വെക്കണെന്തിനാണെന്നറിയാമോ? എന്റെ 2-3 ദിവസം വേറെ കറിയൊന്ന് വെക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോ നാളെ രാവിലെ മക്കൾ 2 പേര് പോകും. ആരാ? മൂത്ത ആള് കോളേജിൽ പിന്നെ ജോലിക്ക് പോകാൻ, രണ്ടാമത്തെ ആള് കോളേജ്, പിന്നെ ഞങ്ങൾ 2 പേരും. അപ്പൊ ഇതായാലും മതിയല്ലോ. അതിന് വേണ്ടി 2-3 ദിവസം വെക്കണമല്ലോ. അതിന് വേണ്ടി ഓക്കെ. സൂപ്പർ ആവട്ടെ, അടിപൊളിയായി. ശരി, അപ്പൊ നമുക്ക് പിന്നെ ഇനി കാണാം കേട്ടോ. അപ്പൊ ഞങ്ങള് ചോറൊക്കെ ഉണ്ടോ ഉണ്ടോ? ചക്കയവിയലുണ്ടോ? നമ്മുടെ ജീവൻ, ചേട്ടന്റെ ജീവനായ ചക്കയവിയലിട്ട് ചക്കയവിയൽ വെച്ച് ഞങ്ങള് ചോറൊക്കെ ഉണ്ണാൻ പോവാണ്. രാജുദ വളം വിളമ്പിക്കൊണ്ടിരിക്കുന്നു. കൊച്ചൊക്കെ ചോറുണ്ടു, കഴിക്കട്ടെ. അപ്പൊ ഞങ്ങൾ ചോറൊക്കെ അവിയലും എല്ലാം കൂട്ടി വയറുന്നറച്ച് ചോറൊക്കെ ഉണ്ടു. ഞാൻ ഊണും കഴിഞ്ഞ് ചായ കുടി എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റു. അമ്മ എഴുന്നേറ്റിട്ടില്ല. അപ്പൊ അതിന് മുമ്പ് തന്നെ ഞാന് നമ്മുടെ വീഡിയോയിൽ കുറച്ച് ആൾക്കാർ എനിക്ക് കമന്റ് വിട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ഒക്കെ ഒന്ന് വായിച്ചേക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ശ്രീദേവി രാജശ്രീ പാവം കേട്ടോ, കട്ട സപ്പോർട്ടാന്നാ പറഞ്ഞ ശ്രീദേവി രാജശ്രീ കേട്ടോ. ഞാൻ ശ്രീദേവി രാജശ്രീയെ കുറിച്ച് ഞാൻ കമന്റിനകത്ത് വായിച്ചത് ഭയങ്കര സന്തോഷമായി പോയെന്ന്. കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞു. ശ്രീദേവി ഞാൻ ഉമ്മ തന്നു. പിന്നെ മഞ്ജു ഷാജി, സോറിടാ, ഇത് ഇന്നലെ വായിച്ച കമന്റ് എഴുതി വെച്ചിരുന്നതാണ്. ഇന്ന് വേറെ അതിനടിയിലായിരുന്നു. സാരമില്ല, ശ്രീദേവി രാജശ്രീക്ക് കട്ട ഇത് കേട്ടോ. മഞ്ജു ഷാജി പറഞ്ഞത് എന്നതായിരുന്നു, ഇന്നലെ പറഞ്ഞതായിരുന്നു അത് കേട്ടോ. മീനച്ചിലാറ്റിലെ മീനെല്ലാം ചാടിക്കറി എന്റെ ചട്ടിക്കകത്ത് കയറിയിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു, കറിയായിട്ടിരുന്നെങ്കിൽ. ശരിയല്ലേ? ആ സോറി കേട്ടോ, സോറി. ഇന്നത്തെ ഇതാണ്. ഇന്ന് ഞാൻ എഴുതി വെച്ചത്. സുജ പറഞ്ഞു അച്ഛന്റെ ഫോട്ടോ കാണിക്കാവോന്ന്. കാണിക്കാം കേട്ടോ, ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാവേ. അച്ഛന്റെ ഫോട്ടോയും കൂടെ ഉൾപ്പെടുത്താം. ഞാൻ ഒരു പ്രാവശ്യത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അച്ഛന്റെ ഫോട്ടോ. അച്ഛന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടേ. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ് നോക്കാവേ. അന്ന് എടുത്തോണ്ട് വരാം. എന്നിട്ടെ ഇതാണ് നമ്മുടെ അച്ഛൻ കേട്ടോ. ആ അച്ഛന്റെ ഫോട്ടോ കാണാത്തവരെല്ലാം കണ്ടോ? ഇതാണ് എന്റെ അച്ഛൻ. അച്ഛന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഓടിച്ചെന്ന് പോയി എടുത്തു, അല്ലെങ്കിൽ പിന്നെ മറന്നുപോകും. സുധീഷ് ഗോപി പറയാണ്, സുധീഷ് ഗോപിക്ക് മുടി നല്ലതായിട്ട് വളർന്നു എന്റെ ടിപ്സ് കൊണ്ട്. സുധീഷ് ഗോപി പാവം എനിക്ക് സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷം. ചക്കര കേട്ടോ, അങ്ങനൊക്കെ ചെയ്യുന്ന എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ ഉപകാരമുള്ള വീഡിയോ പറയത്തുള്ളൂ. ചില ആളുകൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ എന്റെ നേരത്തെ ഇപ്പൊ 2 വർഷം ആകുന്നില്ല എന്റെ വീഡിയോ ഒക്കെ ഇട്ട്. അപ്പം ഒരുമാതിരി മുടിയായിട്ടാണ് കിടക്കുന്നത്. അത് ആദ്യം ഫസ്റ്റ് ഇട്ട വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കണേ. അപ്പൊ കാണാം. ആരോ ഒരാൾ പോയി നോക്കി വെച്ചാൽ നേരത്തെ ഇത്രയും മുടിയൊക്കെ ഉണ്ടല്ലോ 1 വർഷത്തിന് മുമ്പൊന്നും. എന്താ മനുഷ്യരുടെ കാര്യമല്ലേ? എന്താണേലും വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കുന്നത് വിശ്വസിക്കില്ല, അത്രേ ഉള്ളൂ നമുക്ക് പറയാം. എന്താണേലും എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മുടിയുടെ സ്ട്രക്ചറേ മാറും അല്ലേ? ഉപയോഗിച്ചവർക്കൊക്കെ മനസ്സിലായില്ലേ? നമ്മൾ അതിനകത്തിനൊക്കെ ഓരോ കള്ളത്തരൊക്കെ പറയുന്നല്ലേ. നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നും വേണ്ട. അപ്പം അടുത്തത് സന്തോഷ് ഐസക്ക്. സന്തോഷ് ഐസക്ക് പറയാണ്,
പുള്ളിക്കാരിയുടെ അതിന്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ. എന്റെ പുന്നാരെ അമ്മ ചക്കര ഉമ്മ, എന്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ടല്ലോ, ചക്കര ഉമ്മ കേട്ടോ, അമ്മക്ക് സ്പെഷ്യൽ ഉമ്മ. പിന്നെ നമുക്ക് സിനോജ് കെ എം, സിനോജ് കെ എം പറയണേ, എല്ലാവരും പോസിറ്റീവ് ആയങ്ങോട്ട് കണ്ടേച്ചാൽ നെഗറ്റീവ് കാണുന്നവരൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നുള്ള ഇതിലാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ആഹാ, നമ്മളെല്ലാം പോസിറ്റീവായിട്ട്, എന്നെ അറിയാലോ, ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളെന്ന് അറിയാലോ. നെഗറ്റീവ് പറഞ്ഞാലും ഒന്നുമില്ല. അടുത്ത് രേണുക കെ വി. പിന്നെ നെഗറ്റീവ് പറയുമ്പോൾ നിങ്ങളോടൊക്കെ പറയണ്ടേ, അത് ഞാൻ പറയുന്നത് കേട്ടോ, അല്ലാണ്ട് എനിക്ക് യാതൊരു ഇതും ഇല്ല കേട്ടോ. പിന്നെ രേണുക കെ വി എന്നോട് പറയാ പിണങ്ങിയെന്നു. ഞാൻ നോക്കിയപ്പോ എന്താന്നറിയാം, പിശാരി കാവ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ചോദിച്ചു വന്നില്ലെന്നു. എന്റെ പൊന്നു മക്കളെ, അങ്ങനൊന്നും എന്നോട് പിണങ്ങരുത്, നമുക്ക് സാഹചര്യമൊക്കെ ഒക്കെ ഉണ്ട് എല്ലായിടത്തും വരണമെങ്കിൽ കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പിണങ്ങില്ല കേട്ടോ ചക്കരമുത്തേ. സുകുടുംബം പറയാണേ, എന്റെ ഇന്നലത്തെ ഷോള് ഭയങ്കര ഇഷ്ടമാണ്. ചക്കരേ, എന്റെ ഷോള് ജാമ്പുവാന്റെ കാലത്തെ ഏതെങ്കിലും ഒരു ചുരിദാറിന്റെ ഷോൾ എടുത്തിടും, ആ ഒരു കളറിലെ ബോട്ടം എടുത്തിടും, അപ്പൊ നമുക്ക് ഇച്ചിരി ചേർച്ചയായിട്ട് തോന്നും. അതാവട്ടോ, അല്ലാണ്ട് പുതിയതൊന്നും അല്ല. ചുരിദാർ തയ്ക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചില ചുരിദാറൊക്കെ തയ്പ്പിച്ചേക്കുന്ന കേട്ടോ, അതൊക്കെ ജാമ്പുവാന്റെ കാലത്തെയാന്നേ, പുതിയതൊന്നും അല്ല. ശ്രീദേവി രാജശ്രീ പിന്നെയും പറഞ്ഞിട്ടുണ്ട്, പാവ ശ്രീദേവി രാജശ്രീ പറയാണേ, അനിയത്തിയുടെ പേരും ജയെന്നാണ്. ശ്രീദേവി രാജശ്രീയുടെ അനിയത്തിയുടെ പേര്, ആ ചേച്ചി കേട്ടോ, ചേച്ചിയാണേ, സോറി, ചേച്ചിയുടെ അനിയത്തിയുടെ പേരും ജയെന്നാണ്. ഇപ്പൊ 2 അനിയത്തിമാരുണ്ടായെന്ന്. ആരൊക്കെയാന്ന് അറിയാവോ? ഒന്ന് ഞാനും, ഒന്ന് ആ ചേച്ചിയുടെ അനിയത്തി ജയൻ 2 അനിയത്തി ഉണ്ടത് ഇപ്പൊ ചേച്ചിക്ക്. അയ്യോ, അപ്പൊ എന്റെ ചേച്ചി എനിക്ക് അപ്പൊ എത്ര പേരാണല്ലോ, എനിക്ക് 2 ചേച്ചിമാർ അവിടെ ഉണ്ട്. ഇപ്പോഴും എനിക്ക് 4 പേരായി. എനിക്ക് വയ്യ. ആ ചേച്ചിക്ക് 60 വയസ്സായെന്നൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്, ശ്രീദേവി ചേച്ചിക്ക് കേട്ടോ. അതൊന്നും ഒരു 60 വയസ്സൊക്കെ എന്റെ പൊന്നു ചേച്ചി വല്ല വയസ്സൊക്കെയാണോ? എന്താ ചേച്ചി പറയുന്നത്? നമുക്കിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈശവം എന്ന് പറയുന്നത് തന്നെ ഇപ്പം ശൈശവം പോട്ടെ, കൗമാരം എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പം എത്ര വയസ്സാന്നറിയാവോ കൗമാരമൊക്കെ കിടക്കുന്നത്? യൗവനെന്ന് പറയുന്നത് എത്ര വയസ്സാന്നറിയാവോ? യൗവനെന്ന് പറയുന്നത് 60 വയസ്സ് വരെയൊക്കെ ആക്കിയേക്കോ ഇപ്പം എല്ലാരും, മനസ്സിലായോ? പിന്നെ വാർദ്ധക്യാണ് 100ഉം 80ഉം ഒക്കെ ആവുന്നത്, അല്ലാണ്ട് കൗമാരമാ യൗവനാ ഇപ്പൊ കേട്ടോ. കൗമാരപ്രായം അങ്ങോട്ട് ആയതേ ഉള്ളൂ ചേച്ചിക്ക്, യൗവനത്തിലോട്ട് കേറിയിട്ടേ ഉള്ളൂ. അടുത്തത് അച്ചൂസ് ചോദിച്ചിട്ടുണ്ട്, ഏത് ഹോസ്പിറ്റൽ, എവിടാണ് ആ ഡോക്ടർ? വെൽഫാസ്റ്റ് ഹോസ്പിറ്റൽ, കളത്തിപ്പടി എന്ന് പറയും, കോട്ടയത്തുനിന്ന് കുറച്ചുകൂടെ പോണം കേട്ടോ. ഉമാദേവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും എനിക്ക് പാവം തോന്നി. ഉമാദേവി ചക്കരമ്മ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്റെ വീഡിയോ കാണുന്നതെല്ലാം ഇഷ്ടമാന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ സിന്ധു ജയകുമാർ, പരിചയപ്പെടാൻ ഭയങ്കര ആഗ്രഹമാണ് സിന്ധു ജയകുമാറിനെ. എന്നെ മോളെ ഒരു കുഴപ്പമില്ല, എന്റെ വീട് കോട്ടയം തന്നെ. ചുങ്കം അറിയത്തില്ലേ? നമ്മുടെ ചുങ്കം ജംഗ്ഷൻ, അവിടെ ഒരു വെയിറ്റ് ഷെഡില്ലേ, ആ വെയിറ്റ് ഷെഡിന് അവിടെ നിന്ന് ഇടത്തോട്ട് ഒരു നമ്മുടെ വഴി കിടപ്പില്ലേ, പനേക്കഴിപ്പ് റോഡെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ചുങ്കം ജംഗ്ഷനിലുള്ള ജബ്ബാസ് എന്ന് പറയുന്ന കടക്കാരനോട് ചോദിച്ചാൽ മതി എന്റെ പേരറിയത്തില്ലെങ്കിലും ചെറുതിന്റെ വീട് എവിടാന്ന് ചോദിച്ചാൽ അവർക്കറിയാം. എന്നെ ചെറുതെന്ന് അവരൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങോട്ട് കടന്നു പോകുന്നിട്ട് ഒരു 10 മിനിറ്റേ ഉള്ളൂ. അവിടെ വന്നിട്ട് എനിക്ക് കമന്റ് ഇട്ടാൽ മതി, ഞാൻ വരാം കേട്ടല്ലോ. വരണേ, നമുക്ക് പരിചയപ്പെടണേ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പെട്ടാലും പെട്ടില്ലല്ലോ. ലൈക്കും ഷെയറും കമന്റ് സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് എന്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടിരിക്കണം. ടാറ്റാ. ഇടത്തുണ്ടോ? ടാറ്റ.